ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം റെയിൽവേ ബ്രിഡ്ജിൻ്റെ നേരെ മേലെയാണ്. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പുതിയ NH-66 പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് നമ്മുടെ കുറ്റിപ്പുറത്തെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടാണ് നടക്കുന്നത്. NH-66 ഭാഗമായിട്ട് റെയിൽവേൻ്റെ മുകളിലൂടെയുള്ള പുതിയ പാലാണ് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ബൗസ്ട്രിംഗ് ഗർഡർ എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റീലിൽ പുറത്ത് വെച്ച് നിർമ്മിച്ച് സെറ്റാക്കിയ പാലം മൾട്ടി സ്റ്റാൻഡ് സ്ട്രെസ്സിംഗ് ജാക്ക് ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് പൊക്കുന്നു. അങ്ങനെ ആ പൊക്കി നിർത്തിയതാണ് ആ കാണുന്നത്. ഇനി അത് ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് ഈ കാണുന്ന ട്രാക്കുമായിട്ട് ഈ സാധനത ഇതിൽ കൊടുന്ന് വെക്കും. പിന്നെ അത് നേരെ റെയിൽവേ ട്രാക്കിൻ്റെ മേലെ കൂടി ട്രാക്കിൻ്റെ അപ്പുറത്തുള്ള പില്ലറിലേക്ക് നീക്കി വെക്കും. 800 ടണ്ണാണ് ആ കാണുന്ന പാലത്തിൻ്റെ വെയിറ്റ്. രാമേശ്വരത്തുള്ള പാമ്പം പാലത്തിൽ ഇതേപോലുള്ളൊരു ബൗസ്ട്രീം വരുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് 600 ടണ്ണ് മാത്രമാണ്. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 800 ടണ്ണാണ് ഈ നീക്കി പൊക്കി വെക്കുന്നത്. ഇത് റെയിൽവേനെ ക്രോസ് ചെയ്ത് വെക്കുന്ന ദിവസം മണിക്കൂറുകളോളം ട്രെയിൻ സർവീസ് നിർത്തിവെക്കേണ്ടി വരും. മിക്കവാറും നൈറ്റാവും ആ വർക്കുകൾ നടക്കുക. ഇത്രയും വലിയൊരു വർക്ക് നമ്മുടെ കുറ്റിപ്പുറത്ത് നടക്കുമ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണേ. ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം മസൂദ് തിരൂർ.